കുറച്ച് വിധിയും കുറച്ച് ഭാഗ്യവും കൂടി അരച്ച് കലക്കിയാലേ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കേരള ബമ്പർ അടിച്ച ഒരാളുടെ ഒരു കഥ കണ്ടിരുന്നു. നമ്മൾ വലിയ ഭാഗ്യവാൻ, എന്തൊരു വിധി എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യന് കടത്തിൽ നിൽക്കുകയാണ്. അത് അയാളുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ അല്ല എന്നുള്ളതാണ്. ഈ മണി എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതെങ്ങനെ ചെയ്യണം എന്നറിയാതെ അതൊരു യൂസ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം നമുക്ക് ജീവിതത്തിൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാണ്ട് നിന്ന് ആരും രക്ഷപ്പെടുമെന്നില്ല. പൃഥ്വിരാജ് ഒരു കുട്ടിയോട് പറയുന്നൊരു വാചകമുണ്ട്, നമുക്ക് സ്വപ്നം കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ പറഞ്ഞതിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയലുണ്ട്. നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കെല്ലാം കൂടി അങ്ങ് ഇറക്കി ദൈവം കൊണ്ടുതരണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീട്ടിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എവിടെ എത്തിയില്ലെങ്കിൽ പറയാനുള്ള എക്സ്ക്യൂസ് മാത്രമാണ് ഈ ഭാഗ്യം, വിധി, പണം എന്നുള്ളതൊക്കെ. പണിയെടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, പണിയെടുക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ, നമ്മൾ അതിനിറങ്ങിയാണെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വിധിയും ഭാഗ്യവും പണവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്ന് ജീവിതം തീർക്കാന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.